നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും മുന്നിൽ വിലപേശൽ കൂടുതൽ കടുപ്പിച്ച് ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി.ഡി.പിയും നിതീഷ് കുമാറിൻ്റെ ജെ.ഡി.യും സർക്കാരിൽ തങ്ങൾക്ക് കാര്യമായ ഇടപെടൽ സാധ്യമാക്കുന്ന താക്കോൽ സ്ഥാനങ്ങൾ വേണമെന്നതാണ് ഇരു കക്ഷികളുടെയും ആവശ്യം. സ്പീക്കർ പദവി വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നാക്കം പോകാത്ത ടി.ഡി.പി മുസ്ലിം സംവരണം വേണമെന്നും ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. മതാധിഷ്ഠിത സംവരണം വേണ്ടെന്ന നിലപാടാണ് ബി.ജെ.പിക്കുള്ളത്. ടി.ഡി.പിയുടെ ആവശ്യത്തിന് വഴങ്ങേണ്ടി വന്നാൽ നിലപാടിൽ നിന്നുള്ള തിരിച്ചുപോകലാവും അത്. എന്നാൽ സർക്കാർ രൂപീകരിക്കാൻ ടി.ഡി.പിയുടെ പിന്തുണ അനിവാര്യമാണ് താനും. അധികാരത്തിന് വേണ്ടി നിലപാടുകൾ ബി.ജെ.പി ബലികഴിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. കഴിഞ്ഞ 5 വർഷത്തിനിടെ ദേശീയ രാഷ്ട്രീയത്തിലോ സംസ്ഥാന രാഷ്ട്രീയത്തിലോ ഒന്നുമല്ലാതായിരുന്ന ചന്ദ്രബാബു നായിഡുവാണ് ഇപ്പോൾ NDAയുടെ പ്രധാനമന്ത്രിയെ നിർണയിക്കുന്നതിൽ വരെ നിർണായക പങ്ക് വഹിക്കുന്നത് എന്നതാണ് ഏറെ കൗതുകകരം. അപ്രസക്തനും അശരണനുമായിരുന്ന നായിഡുവിനെ ഇപ്പോഴത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ബി.ജെ.പി ആണെന്നാണ് മറ്റൊരു കൗതുകം. ആന്ധ്രയിലെ ഭരണം പിടിച്ചതിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് കയറി. ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ കിങ് മേക്കറുമായി സഖ്യകക്ഷികളുടെ മേധാവിത്വത്തിന് വഴങ്ങേണ്ടി വരുന്ന മൂന്നാം ഊഴത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി.ജെ.പിയുടെ നയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്ന് തുടക്കത്തിലെ വ്യക്തമായിരിക്കുകയാണ്. ടി.ഡി.പിയുടെയും ജെ.ഡി.യുവിൻ്റെയും നിലപാടുകളുമായി പൊരുത്തപ്പെടുന്ന നയങ്ങളെ ബി.ജെ.പിക്ക് ഇനി നടപ്പാക്കാനാകൂ. സർക്കാരിന് പൊതു മിനിമം പരിപാടി വേണമെന്ന നിതീഷ് കുമാറിൻ്റെ ആവശ്യം ബി.ജെ.പിയുടെ തന്നിഷ്ടം നടക്കില്ലെന്നുള്ള മുന്നറിയിപ്പാണ്. നേരത്തെയുള്ള 2 വട്ടവും ഘടകകക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും അവർക്കൊരു വിലയും ബി.ജെ.പി കൽപ്പിച്ചിരുന്നില്ല. 10 വർഷത്തിനിടെ 10 തവണ പോലും NDA യോഗം കൂടിയിരുന്നില്ല. മോദിയും ഷായും ചേർന്നാണ് എല്ലാം തീരുമാനിച്ചിരുന്നത്, നടപ്പാക്കിയിരുന്നതും. പ്രതിപക്ഷം ഏറെ എതിർത്ത അധികാരത്തിലെത്തിയാൽ റദ്ദാക്കുമെന്ന് പറഞ്ഞ പുതിയ സേനാ റിക്രൂട്ട്മെന്റ് പദ്ധതിയായ അഗ്നിപഥിൽ ജെ.ഡി.യു കുരുക്കിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന യോഗത്തിന് ശേഷം ജെ.ഡി.യു വക്താവ് KC ത്യാഗിയാണ് പദ്ധതിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചത്. സമഗ്ര ചർച്ച വേണമെന്നും ആവശ്യപ്പെട്ടു. ജെ.ഡി.യുവിൻ്റെ ആവശ്യം പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുക്കുകയും ചെയ്തു. ആവശ്യത്തിൽ നിന്ന് ജെ.ഡി.യു പിന്മാറിയില്ലെങ്കിൽ അഗ്നിവീർ പദ്ധതിക്ക് അകാല ചരമം അടയാനായിരിക്കും വിധി. 2022 ജൂണിൽ ആരംഭിച്ച പദ്ധതിക്കെതിരെ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ സേനയ്ക്കുള്ളിൽ അഭിപ്രായ സർവേ തുടങ്ങുന്നുണ്ട്. പരിഷ്കരിക്കാൻ തയ്യാറാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കുകയും ചെയ്തു. ജെ.ഡി.യു ബി.ജെ.പി ഭിന്നതയ്ക്ക് സാധ്യതയുള്ള മറ്റൊരു വിഷയം ജാതി സെൻസസ് ആണ്. ബീഹാറിൽ മഹാമുന്നണിയുടെ ഭാഗമായിരുന്നപ്പോൾ ജെ.ഡി.യു സർവേ നടത്തിയിരുന്നു. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കെതിരെ വ്യാപകമായി ജാതി സെൻസസ് പ്രചരണ ആയുധമാക്കിയിരുന്നു. NDA സർക്കാരിൽ വിലപേശൽ ശക്തി ലഭിച്ച ജെ.ഡി.യുവിൻ്റെ നിലപാട് ബി.ജെ.പിക്ക് തലവേദനയാകും. ബി.ജെ.പി കടുംപിടുത്തം ഉപേക്ഷിക്കുകയോ ജെ.ഡി.യുവിനെ അനുനയിപ്പിക്കുകയോ ചെയ്യേണ്ടി വരും. ഏക സിവിൽ കോഡ് വിഷയത്തിൽ എതിർപ്പില്ലെന്ന് ജെ.ഡി.യു പറഞ്ഞത് ബി.ജെ.പിക്ക് ആശ്വാസമായി. ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം, വിദേശകാര്യം, നിയമം, IT തുടങ്ങിയ വകുപ്പുകൾ ബി.ജെ.പി കൈവിട്ടേക്കില്ലെങ്കിലും പ്രാധാന്യമുള്ള നിരവധി വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വരുന്നത് ബി.ജെ.പി നയങ്ങൾക്ക് തിരിച്ചടിയാകും.